ഞാൻ എപ്പോഴും പറയും, ഞാൻ ജയശ്രീ എന്നേ പറയത്തുള്ളൂ. ഒരിക്കലും അതിൽ ചിലപ്പോൾ ചോദിക്കാൻ ഞാൻ എൻ്റെ പങ്കാളി ജയശ്രീയുടെ കൂടാണെന്ന് പറയും. അത്രേ ഞാൻ പറഞ്ഞല്ലേ. ആള് ആദ്യം ഒന്ന് എനിക്ക് ഭാര്യയാണ്, അല്ല ഭാര്യയല്ലേ എന്ന് പറയും. അങ്ങനെയാ ചെയ്യുന്നത്. ഞങ്ങളിന്ന് രണ്ട് മൂന്ന് കസിൻസ് സംസാരിച്ചപ്പോഴത്തേക്ക് ഈ പേര് വിളിക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ച വന്നിരുന്നു. അപ്പം പേര് വിളിച്ചാൽ ഇപ്പം അച്ഛൻ, അമ്മ, അതുപോലെ തന്നെ ചേട്ടൻ, മാമൻ ഒക്കെ ഉണ്ടല്ലോ. അപ്പം അവരെയൊന്നും അവരെയൊന്നും അങ്ങനെ വിളിക്കാതെ പേര് വിളിച്ചു കഴിഞ്ഞാൽ അതൊരു ബഹുമാനക്കുറവല്ലേ? അല്ലെങ്കിൽ പേര് വിളിക്കുന്നത് ബഹുമാനം കുറവായിട്ട് കാണുന്നിരുന്നത് ആൾക്കാർ താഴെ മേളിലുമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. താഴോട്ടും മേപ്പോട്ടും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മാത്രം പ്രശ്നമാണ്. അത് നമ്മുടെ ബന്ധങ്ങൾ വരുമ്പോഴത്തേക്കും അവിടെ ഒരു നിങ്ങൾക്ക് അച്ഛനും അമ്മയെന്നൊക്കെ വിളിക്കുക, അത് നിങ്ങളുടെ മാത്രം പ്രശ്നമാണ്. അതെ. അപ്പം അതുകൊണ്ട് ഒരാൾ മോശമാകുന്നു അല്ലെങ്കിൽ അങ്ങനൊരു ഇത് വരുന്നു. വഴിയെ പോകുന്നതിനെല്ലാം അമ്മാവെന്ന് വിളിക്കുന്നുണ്ടല്ലോ. വഴിയെ പോകുന്ന അമ്മാവെന്ന് വിളിക്കത്തില്ല. പിന്നെന്ത് വിളിക്കുന്നത്? എല്ലാവരും അമ്മാവെന്നാ വിളിക്കുന്നത്. ഓണ്ടി എന്ന് പറഞ്ഞിട്ടാണല്ലേ തുടങ്ങുന്നത്. എന്താണ് ഈ മലയാളം ഇല്ലാത്ത അമ്മച്ചി എന്ന് വിളിക്കാത്ത എന്താ? അമ്മച്ചി അതെ, അത് തന്നെ. ഇതൊക്കെ സാധനം ഇങ്ങനെയാണ്. ആന്റി, അതാണ് രസം. എതിരാളി എന്നാണ് ആന്റി എന്ന് പറഞ്ഞാൽ എതിരെന്നാണ് അർത്ഥം. മലയാളിക്ക് മാത്രമാണ് ആന്റികളുള്ളത്, ബാക്കിയുള്ളവർക്കെല്ലാം ഓണ്ടാണ്. ഓണ്ട് എങ്ങനെ ഓണ്ടി എന്ന് പറയുന്നവരടുത്ത് ആന്റിയായി. അർത്ഥമില്ലാതല്ലേ ഇതൊക്കെ പറയുന്നത്. അപ്പൊ എന്റെ ഒരു കസിൻ പറഞ്ഞ ഒരു അഭിപ്രായമാണ് അണ്ണൻ, ഇതെല്ലാം വിളിക്കുന്നില്ലേ? നിങ്ങൾ ബന്ധുക്കളെ മാത്രമല്ല വിളിക്കുന്നത്. ബന്ധുക്കളെ അല്ല, ചേട്ടാ. അപ്പൊ ചേട്ടാ ചേട്ടാന്ന് വിളിക്കുന്നത് എന്താ? ചേട്ടാന്ന് വിളിക്കുന്നത് പ്രായത്തില് ഹെറാർക്കിയാണ് ഈ പറയുന്നത്. അത്രേ ഉള്ളു, വേറെ മീനിങ് ഒന്നും അതിനില്ല. അല്ലാതെ ഞങ്ങൾ ബന്ധുക്കളെ ഇങ്ങനെ വിളിക്കുന്ന കഥയൊന്നും അല്ലത്. നിങ്ങൾ മേല് കീഴുള്ള മനുഷ്യരാണ്, അതുകൊണ്ട് പറയുന്ന കാര്യമേ ഉള്ളൂ. അതിനുള്ള ന്യായങ്ങളെ നിങ്ങൾക്കുള്ളൂ, അല്ലാതെ വേറെ ന്യായം ഒന്നും അതിനകത്ത്. പേരിട്ടിരിക്കുന്ന എന്തിനാ? പേര് വിളിക്കാൻ പേര് വിളിക്കുന്ന ബുദ്ധനെ എന്താണ് നിങ്ങൾ ചേട്ടാ എന്ന് വിളിക്കാത്ത? ബുദ്ധനെ ചേട്ടാന്ന് വിളിക്കാത്ത? കൊറേ പ്രായം ഉണ്ടല്ലോ, 2500 വർഷം വയസ്സില്ലേ? അതെ. എന്താ വിളിക്കാത്ത? ഇന്ദിരാഗാന്ധി ചേച്ചിന്ന് വിളിക്കാത്ത? സമകാലീന അല്ലാതെ പിന്നെ ഇതൊന്നും നല്ല ന്യായം. ഇത് തന്നെയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഞാന് അങ്ങനെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി, എന്നെ പേര് വിളിച്ചാൽ മതി. അതിനകത്ത് എനിക്ക് ബുദ്ധാന്ന് വിളിക്കാന്നുണ്ടെങ്കിൽ എന്നെ പേര് മൈത്രാന്ന് വിളിക്കാം. അല്ല, ഞാനിത് എന്ന് വെച്ചാല് തർക്കത്തിനുണ്ടല്ലോ ഞങ്ങളിങ്ങനെ ഞാനീ പറയുന്നേ, ഈ പറയുന്നത് മുഴുവനും വാല്യൂ എന്ന് പറയുന്നത് മേല് കീഴായതുകൊണ്ട് മാത്രം വിളിക്കുന്നത്, അല്ല വേറെ യാതൊരു ന്യായവുമില്ല. ഒരു ബന്ധുത്വം കൊണ്ടല്ല, പഠിപ്പിക്കുന്നതുകൊണ്ട് വിളിക്കുന്നുണ്ട്. പേര് വിളിച്ചാൽ അതിനകത്ത് ബഹുമാനം ഇല്ലാതായി പോകുന്നത് എങ്ങനെയാണ്? പേര് വിളിക്കുന്ന വഴി ബഹുമാനം എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡാണ്. നിങ്ങൾ എങ്ങനെയാണ് ഒരാളെ വിളിക്കുന്നത്? കണ്ടക്ടർ സാറേ എന്ന് വിളിച്ചാൽ എന്തൊരു ബഹുമാനമാണ്. പറയുന്നതല്ലേ, ഒരു ബഹുമാനവും ആർക്കും ഇല്ല അതിനകത്തൊന്നും. ടേക്ക് റെസ്പെക്ട് എന്ന് പറയുന്ന സാധനം പെരുമാറ്റത്തിലൂടെ വരുന്നത്, അല്ലാതെ വിളിക്കുന്നതിനകത്തുള്ളവരല്ല. വിളിക്കുന്നതിനകത്ത് ഈ ഇത് വെക്കണം എന്ന് പറയുന്നത് ഹെറാർക്കിക്കൽ വാല്യൂ ആണ്. മുകളിലുള്ള ആൾക്കാരെ താങ്കളെന്നും അപ്പുറത്തുള്ളവരെ നിങ്ങളെന്നും താഴെയുള്ളവരെ നീ എന്നും വിളിക്കണമെന്ന് പഠിപ്പിക്കുന്ന യുക്തിയാണത്. അല്ലാതെ പ്രായം കൊണ്ട് ബഹുമാനിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ജോലിക്കാരെ ഒന്നും ആരും ബഹുമാനിക്കാറൊന്നുമില്ല. ഇപ്പോഴാണ് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോഴാണ് ജോലിക്കാരെയൊക്കെ ചേച്ചി എന്നുള്ള വാക്കൊക്കെ ഈയിടയ്ക്ക് ചേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് അങ്ങനൊന്നുമില്ല, എത്ര പ്രായമായാലും വിളിക്കുമായിരുന്നു, പേര് തന്നെയായിരുന്നു വിളിച്ചിരുന്നത്. ഈ പറയുന്ന ന്യായങ്ങളെല്ലാം പറയുന്ന കാലത്ത് തന്നെ. അതെ, ഈ ഒരു പോയിന്റ് തന്നെയാണ് വന്നത്. ഇപ്പം എൻ്റെ ഒരു കസിൻ പറഞ്ഞൊരു പോയിന്റാണിത്. അപ്പം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പം പണ്ട് വീട്ടിൽ ജോലിക്ക് വന്നുകൊണ്ടിരുന്നവരെ ഇപ്പം മറ്റുള്ളവർ വിളിച്ചുകൊണ്ടിരുന്നത് പേരാണ് വിളിച്ചോണ്ടിരുന്നത്. പക്ഷെ നമ്മുടെ തലമുറ എത്തിയപ്പോഴത്തേക്ക് നമ്മളൊരു ചേച്ചി വരുന്നത് ഈ പറയുന്ന തുല്യതയെ പറ്റി ഉള്ള ചർച്ച നാട്ടി വന്നപ്പോഴാണ് ഇതിപ്പോ അപ്പോഴും ഇത് വിളിച്ചൂടാ എന്ന് പറഞ്ഞാൽ ഈ മേലും കീഴുമായിട്ട് അപ്പോഴും നിൽക്കുന്നത്. ഇത് മേല് കീഴ് ബോധത്തിനകത്തുള്ള മൂല്യബോധമാണത്, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന ബന്ധുത്വം കൊണ്ട് മാത്രം ഉള്ളതല്ല. നിങ്ങൾക്ക് ബന്ധുത്വം കണ്ട് വിളിക്കാവുന്നവര്, നിങ്ങൾ ചേട്ടന്മാരെന്ന് പറയുന്നവര് ആണെങ്കിൽ അവരെ മാത്രം വിളിക്കുക, അച്ഛനെയും അമ്മയും മാത്രം അച്ഛൻ അമ്മ എന്ന് വിളിക്കുക. ബാക്കി സാധനം എന്തിനാണ്? ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് ഇതൊക്കെ വിളിക്കുന്നത്? ഒരു വീട്ടിലോട്ട് ഒരാളെ വരുന്ന ഉടനെ തന്നെ അങ്കിള് എന്ന് പരിചയപ്പെടുത്തും. എന്താ അങ്കിള്? അയാളുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരാളാണ്, അയാൾ എന്തിനാണ് അങ്കിൾ എന്ന് വിളിപ്പിക്കുന്നത്? എന്താ ആവശ്യം? അപ്പൊ എങ്ങനെയാണ് ഈ മൂത്തവരെ പേര് വിളിച്ചുകൂടാന്ന് പറയുന്ന ഹെറാർക്കിക്കൽ മൂല്യം കൊണ്ട് മാത്രമാണ്. എന്നാ പിന്നെ എനിക്ക് 5 വോട്ട് വരണം.
എനിക്ക് 73 വയസ്സുണ്ട്. അപ്പോൾ എനിക്ക് ഓരോ 20 വയസ്സ് കൂടുന്ന സമയത്ത് ഓരോ വോട്ട് വെച്ച് കൂട്ടണം. തലമുറ അങ്ങനെ പോകണ്ടേ? അതെന്താ പറ്റാത്തത്? അപ്പൊ അതൊന്നും ഇല്ലാത്ത നാടാണിത്. മുമ്പിൽ അതുകൊണ്ടാണ് ഈ പഴഞ്ച മൂല്യങ്ങളാണ് ഈ പറയുന്നത് മുഴുവനും, അല്ലാതെ വേറെ അതിനകത്തില്ല. അത് ശരിയാണ്. പക്ഷെ നമ്മളെ വളരാണെന്നുണ്ടെങ്കിൽ അല്ല, അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യണം. അപ്പൊ പിന്നെ ഇയാള് ഈ കസേരയിൽ ഇരുന്നുകൂടെ, തറയിൽ ഇറങ്ങിയിരിക്കണം. അങ്ങനെയായിരുന്നു പണ്ട് ഊനക്ഷത്ത് താഴെ ഇരിക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്. ഇയാൾ പോയി കസേരയിട്ട് എന്റെ കൂടെ ഇരിക്കുന്ന എങ്ങനെ? പക്ഷെ നമ്മുടെ നാട്ടിലെ നമ്മുടെ നാടല്ല, അങ്ങനെ നമ്മുടെ നാടെന്ന് പറഞ്ഞൊരു സാധനമൊന്നും ഇല്ല. സെറന്ന് വിളിപ്പിച്ചത് ഇംഗ്ലീഷുകാരാണല്ലോ. അതെ. അപ്പൊ പിന്നെ അത് നമ്മുടെ നാട്ടിലുള്ളതല്ലല്ലോ. അല്ല, അവര് വിളി നിർത്തിയില്ലേ? ആ നാട്ടിൽ ആരെങ്കിലും സെറന്ന് വിളിക്കുന്നുണ്ടാരേ? ഒരാളെ വിളിക്കുന്നില്ല ഇന്ന്. അതിനെയാണ് ജനാധിപത്യ സംസ്കാരം എന്ന് പറയുന്നത്, അല്ലാതെ നമ്മുടെ നാടിന്റെ ഗുണമൊന്നുമില്ല. മേല് കീഴുള്ള മൂല്യബോധമാണ് അത്. ഇംഗ്ലീഷുകാർക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരെല്ലാവരും ജനാധിപത്യം ഉണ്ടാക്കിയപ്പോൾ അവരെല്ലാം നിർത്തി. അവിടുന്ന് പഠിച്ചതാണല്ലോ സാറ്, മാസ്റ്റർ എന്നല്ലേ, സാഹിബ്, അതിലേ സായിപ്പായത്. ഇതെല്ലാം ഈ മേല് കീഴുള്ള മൂല്യമാണ്, അല്ല വേറെ യാതൊരു സാധനവും ഇല്ല. ഇന്ന് നമ്മൾ സായിപ്പ് എന്ന് വിളിക്കുന്ന സമയത്ത് മാസ്റ്റർ ആണെന്നുള്ള അർത്ഥമൊന്നും അതിനകത്തില്ല. വരുന്നുണ്ട്, ആൾക്കാരെ കളിയാക്കാൻ പോലും വിളിക്കും. അതുകൊണ്ട് ഈ വിളിക്കകത്ത് ഒന്നും ഇരിപ്പില്ലെന്ന് അറിയണം. അത് ആൾക്കാർ മേളിൽ ആധിപത്യത്തോടെ പെരുമാറാനുള്ള ന്യായം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ആ ന്യായം ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമുള്ളത് കൊണ്ടാണ് പേര് വിളിക്കണമെന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കണം. ആ പരസ്പര ബഹുമാനം എന്ന് പറയുന്നത് ഒരാൾക്കൊരു വോട്ടെന്ന് പറയുന്ന പോലെ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഈ പറയുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പേര് വിളിക്കാൻ പഠിക്കാന്ന്. നിങ്ങൾക്ക് ബന്ധുത്വം ഉറപ്പിക്കുകയാണെന്ന് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 18 വയസ്സ് വരെ അച്ഛ അമ്മ എന്ന് വിളിപ്പിക്കണം. വീട്ടിലുള്ളവരെ, സ്വന്തം ചേട്ടനെ, സ്വന്തം അനിയത്തിയെയൊക്കെ വിളിച്ചോ. വഴിയെ പോകുന്നതിനെല്ലാം നിങ്ങൾ എന്തിനാണ് ചേട്ടാ ചേച്ചി എന്ന് വിളിപ്പിക്കുന്നത്? അത്രയാണ്. നിങ്ങൾക്ക് ബന്ധുത്വം ഉറപ്പിക്കുകയാണ് ഉദ്ദേശമെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ബന്ധുക്കളെ നിങ്ങൾ വിളിച്ചോളാം. പക്ഷെ ഒരു ചെറിയ കുട്ടി മുതൽ ആളെ കയറി പേര് വിളിക്കുമ്പോഴത്തേക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എന്താ ഈ പ്രശ്നം അനുഭവിക്കുന്നുള്ള ചോദ്യം? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പ്രശ്നമായിട്ട് അനുഭവിക്കുന്നത്? നിങ്ങൾ അങ്ങനെ തന്നെയാ പറഞ്ഞ അത് കേട്ട് വളർന്ന സാധനമാണ് ഈ പറഞ്ഞത്. മേല് കീഴുള്ള മൂല്യബോധം കൊണ്ടുണ്ടായ കേട്ട് വളർച്ചയാണ്, അല്ലാതെ വേറെ എന്ത് അർത്ഥം അതിനകത്തുള്ളത്? ഏത് കുട്ടിയോടും നിങ്ങൾ പേര് വിളിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രശ്നം തോന്നത്തില്ല. നിങ്ങൾ പറഞ്ഞാൽ എന്താ, പേര് വിളിക്കുന്നത് വഴി അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ലേ? പറഞ്ഞാൽ അനുസരിക്കും. അവർക്ക് ചോറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനുസരിക്കാതെ പറ്റത്തില്ലെന്ന് അറിയുന്ന ഏത് ജീവിയും ഉടനെ അനുസരിക്കും. അങ്ങനെയാണ് അനുസരണയൊക്കെ ഉള്ളത്. മറ്റേത് അങ്ങനെയൊന്നുമല്ല. ഈ മേല് കീഴ് മൂല്യബോധം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ സിസ്റ്റമാണിത്. അതുകൊണ്ടാണ് താങ്കളെന്നും നിങ്ങളെന്നും നീ എന്നുമുള്ള തരത്തിലുള്ള അഭിസംബോധനകൾ മുഴുവൻ വെച്ചത്. അല്ല, അടുപ്പമുള്ളവരെയാണ് നീ എന്ന് വിളിക്കുന്നതെന്നുള്ള ന്യായമൊക്കെ, പ്രണയിക്കുന്നവർ നീ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നു പറഞ്ഞിട്ടൊക്കെ ഉള്ള ന്യായമൊക്കെ കയറി. എനിക്കറിയാതൊന്നും അല്ല. അടുത്ത സുഹൃത്തുക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എടാ പോടാന്ന് വിളിക്കാനല്ല നമ്മളുള്ളത്. പരസ്പര ബഹുമാനത്തോടെ പെരുമാറാൻ പഠിച്ചാൽ മതി. എടാ പോടാന്നുള്ള വിളി ബഹുമാനം ഇല്ലാത്തതാണ്. ബഹുമാനം ഇല്ലാത്തതാണ് അത്. അതിനകത്ത് അങ്ങനെ തന്നെയാണ്. എടാ പോടാന്ന് വിളിച്ചിരുന്നത് താഴെ ഇയാൾ എന്താണ് പിണറായി വിജയനെ എടാ പോടാന്ന് വിളിക്കുവോ? എന്താ വിളിക്കാത്തെ? നമ്മളോട് പേഴ്സണലി അത്ര അടുപ്പമില്ല. അയാളുടെ അടുപ്പം ആയി കഴിഞ്ഞാൽ ഉടനെ ഇയാൾ എടാ പോടാന്ന് വിളിക്കുവോ? ഇല്ല, ഇപ്പൊ അത് വിളിക്കത്തില്ല. ഇപ്പൊ നമ്മള് കണ്ടിരുന്ന കാര്യം പറയുന്നത്, ഇപ്പൊ നിങ്ങൾ എടാപെടാന്ന് തന്നെ വിളിക്കുവോ? ഇല്ല, ഒരേ പ്രായമാണെങ്കിൽ അത് തന്നെയാണ്. ഒരേ പ്രായമായവരുണ്ടല്ല, യഥാർത്ഥ ബഹുമാനം ഇല്ലാത്തതുകൊണ്ട്. പരസ്പരം ബഹുമാനിക്കാൻ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ പരസ്പരം നിങ്ങളെന്ന് വിളിക്കേണ്ടതുണ്ട്. കാരണം അത് കോമൺ ന്യൂട്രൽ ആയിട്ട് വരുന്ന വാക്കാണ്. തുല്യരായ ആൾക്കാർ തമ്മിലാണ് നിങ്ങളെന്ന് അഭിസംബോധന ചെയ്യുന്നത്. അത് പൊതുവാക്കണം, അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത സുഹൃത്തിനെ ഞാൻ എടാ എന്ന് വിളിക്കുമ്പോഴത്തേക്കും എടാന്ന് വിളിക്കുന്നത് അടുപ്പം കാണിക്കുന്നതായിട്ട് മാറിയത് ഈ പറയുന്ന പ്രശ്നം കൊണ്ടാണ്. അവരെ ബഹുമാനം ഇല്ല, ബഹുമാനിക്കേണ്ട ആളല്ല എന്നുള്ള അറിവ് കൊണ്ടാ. അങ്ങനല്ല. ബഹുമാനം ഇല്ലാത്തതായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പരസ്പര ബഹുമാനം ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ്. ഞാൻ ഒരിക്കലും എൻ്റെ ജയശ്രീ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എടിയെന്ന് വിളിച്ചിട്ടില്ല, ഒരിക്കലും വിളിക്കത്തില്ല. നീ എന്ന് വിളിച്ചിട്ടില്ല. അറിയാതെ പറഞ്ഞു പോകുന്ന ചില നിമിഷമുണ്ട്, അപ്പൊ തന്നെ സോറി എന്ന് പറയും.
ഈ നാട്ടിൽ ജനിച്ചു വളർന്നത് കാരണം കൊണ്ട് അറിയാതെ ചിലപ്പോൾ പറഞ്ഞു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കുന്നുണ്ടെങ്കിൽ പരസ്പര ബഹുമാനത്തെ ആ ഇഷ്ടത്തിന് വിളിക്കുന്നുണ്ടെങ്കിൽ അവിടെ അല്ലേ, ആ സ്ഥലത്ത് നിങ്ങൾ എന്തുകൊണ്ടാണ് താങ്കളെന്ന് ഇയാൾ വിളിക്കാത്ത? അപ്പൊ എന്താ അപ്പം നാട്ടിൽ എടാ പോടാന്ന് പറയുന്നതിന് താങ്കളെന്ന് എന്താ വിളിക്കാത്തപ്പോ? അല്ല, അപ്പൊ താങ്കളെന്ന് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നു. അപ്പൊ ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്നത് ഇത് തന്നെയാണ്, മേല് കീഴ് മൂല്യബോധമാണെന്നാ ഞാൻ ഈ പറഞ്ഞിട്ടിരിക്കുന്നേ. തിരിച്ചും അങ്ങനെയല്ലല്ലോ വിളിക്കുന്നത്. തിരിച്ച് താങ്കൾ നല്ല വിളിക്കുന്നത്. എടാന്ന് വിളിക്കുമ്പോൾ എടാന്ന് വിളിക്കുമ്പോൾ മറ്റേയാള് നിങ്ങളെന്ന് വിളിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്ന എന്താ? അതാ ഞാൻ പറയുന്നത്. ഇതുകൊണ്ടാണ് ഈ മൂല്യബോധം എന്താണെന്നുള്ളതാണ് ചോദ്യം. അതല്ല, ഇതിനോട് എനിക്ക് വിയോജിപ്പ് കഴിഞ്ഞാൽ ഞാനൊരാളെ താങ്കളെന്ന് വിളിക്കുന്നത് ഞാൻ പറഞ്ഞു എനിക്ക് കുറച്ച് അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാനൊരാളെ എടാന്ന് വിളിക്കുമ്പോൾ അവനും തിരിച്ചല്ല അവളും തിരിച്ചെന്നെ എടാന്ന് വിളിക്കുമ്പോൾ എനിക്ക് കുറച്ചുകൂടെ അടുപ്പം, ഞങ്ങൾക്ക് പരസ്പരം അടുപ്പമാണ് ഫീൽ ചെയ്യുന്നത്. അവിടെ അടുപ്പം തോന്നുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് പരസ്പര ബഹുമാനം വേണ്ടാന്ന് തീരുമാനിച്ചതുകൊണ്ടാണ്. പരസ്പര ബഹുമാനമില്ലാതെ പരസ്പര ബഹുമാനം ഉദ്ദേശിക്കുന്നത് എന്നെ ഒരാളെ ഞാൻ എടാന്ന് വിളിക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അല്ല, പരിചയമില്ലാത്ത ഒരാളെ സംബന്ധിച്ചല്ല ഞാൻ പറഞ്ഞു. ഞാൻ പരിചയമുള്ളവരുടെ കാര്യം പറഞ്ഞു. എന്റെ കൂട്ടുകാരും എന്നെ എടാന്ന് വിളിക്കാറില്ല, ഒരാളും വിളിക്കത്തില്ല. അതൊക്കെ അത് കാരണം ഞാൻ അവരെ എടാന്ന് ഒരിക്കലും വിളിച്ചിട്ടില്ല. അല്ല, അത് ഈ അടുപ്പം കാണിക്കാനാണെന്ന് പറയുന്ന ന്യായമാണ് ഞാനീ പറയുന്നത്. ഈ അടുപ്പം കാണിക്കുന്ന സമയത്ത് നമ്മള് അതിര് കടന്ന് പെരുമാറാനായിട്ട് ശ്രമിക്കുന്നതാണ്, അല്ലാതെ അടുപ്പമല്ലത്. അതിരറിഞ്ഞ് പെരുമാറുക വേണ്ടത്, അല്ലാതെ അതിര് ഇല്ലാതെ പെരുമാറുക അല്ല വേണ്ടത്. ഇല്ല, അതിരറിഞ്ഞാണ് പെരുമാറുന്നത്. അങ്ങനെ അതിരുണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ചെയ്യേണ്ട സാധനമാണ് പരസ്പര ബഹുമാനം. അതിനു വേണ്ടിയുള്ള വാക്കുകൾ കണ്ടുപിടിക്കുക എന്നാ വേണ്ടത്. അതിന് നിങ്ങൾക്ക് പുതിയ വാക്കുകൾ അതിനുകൊണ്ടാണ് പേര് വിളിക്കാൻ പഠിച്ചാൽ മതി. പേര് വിളിക്കാറുണ്ട്. എടാന്നുള്ളതിന് താഴെ ആളുകളെ സംബോധന ചെയ്യാൻ ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ അവൻ തിരിച്ച് ചെയ്യുമ്പോഴും പറയുന്നത് പരസ്പര ബഹുമാനം ഇല്ലാതെ പെരുമാറുന്നതിന്റെ ന്യായമായിട്ട് അത് നിൽക്കുന്നേ. ഇതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അടുപ്പം കാണിക്കാനാണെന്നുള്ള ന്യായം പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ അടുപ്പമുള്ള ആളായിരിക്കുന്ന അച്ഛനെ എടാന്ന് വിളിക്കുന്നില്ല. അത് എന്താണെന്നാ പറയേണ്ടത്? ഇയാൾക്ക് ഏറ്റവും അടുപ്പമുള്ളതല്ല അമ്മ, എടീന്ന് എന്താ വിളിക്കാത്തത്? ഞാൻ പറഞ്ഞില്ല, സമപ്രായക്കാരെയാണ് പ്രായത്തിനാണ് ഇയാള് ഇവരുടെ മേല് കീഴ് ബഹുമാനത്തിനെ പറ്റിയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ബഹുമാനം മേപ്പോട്ടും കീപ്പോട്ടും ആണ്, താഴോട്ട് പുച്ഛമാണ്. അതുകൊണ്ട് ആ വാക്കുകള് സമപ്രായക്കാരായിരിക്കുന്ന കാരണം വിളിക്കാനൊക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അതിരില്ലാതെ കൂട്ടുകാരായ അതിരില്ലാതെ പെരുമാറാൻ പറ്റുമെന്ന് തോന്നുന്നതുകൊണ്ടാണ് അങ്ങനെ പെരുമാറുന്നത്. അങ്ങനല്ല വേണ്ടത്. നമ്മളെല്ലാവർക്കും ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറി ബോധപൂർവം നിലനിർത്തിക്കൊണ്ട് പിണങ്ങിയാ മതി. പിന്നെ എടാന്ന് വിളിക്കാനൊക്കത്തില്ല. അപ്പൊ അതിലില്ലാതെ പെരുമാറുന്നതുകൊണ്ടാണ് അതെല്ലാം വരുന്നത്. നമുക്ക് അറിഞ്ഞൂടെ, നമുക്ക് താഴെയുള്ള മനുഷ്യരെ, നമ്മൾ താഴെ സാമൂഹ്യമായി താഴെയുള്ളവരെ എല്ലാം എടാന്നാണ് വിളിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് വിളിക്കരുതെന്ന് പറയുന്നത്. അതൊരു പ്രാക്ടീസാണ്. നമ്മുടെ ഈ ആ തരത്തിലുള്ള മൂല്യബോധത്തിന് എതിരായിട്ട് നമ്മൾ ചെയ്യണം എന്ന് പറയുന്നതാണ്. ആളുകൾ തമ്മിൽ ഇഷ്ടം കൊണ്ട് എടാന്ന് എടിയെന്നൊക്കെ വിളിക്കുന്നതെന്നും വേണ്ടാന്നൊന്നും അല്ല പറയുന്നേ. പക്ഷെ അതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്ന സാധനം താഴോട്ടുള്ള വാല്യൂ ആണ്. അത് നാട്ടിൽ നിലനിൽക്കുന്ന വാല്യൂ ആണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എത്ര അടുപ്പം ഉണ്ടായിട്ടും അമ്മയും അച്ഛനെയും എടാന്ന് വിളിക്കാനും എടിയെന്ന് വിളിക്കാനും ഒക്കത്തില്ല. അപ്പോൾ അടുപ്പത്തിന്റെ പ്രശ്നമല്ലെന്ന് കാണരുതോ? അതാണ് മൂല്യബോധം എന്ന് പറയുന്നത്. ഈ മൂല്യബോധത്തിന് വിരുദ്ധമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് പറയുന്നതിനാണ് ഈ പറയുന്നത്. അപ്പോൾ അപ്പുറത്തിരിക്കുന്ന ആളിനെ പേര് വിളിച്ചാൽ മതി. പേര് വിളിക്കുക, എപ്പോഴും പേര് വിളിക്കുക. ശരിയാണ്. അതുപോലെ തന്നെ പരിചയമില്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെന്ന് പറയണം. ഇത് ഞാൻ ഇടയ്ക്ക് തെറ്റിപ്പോകാറുണ്ട്. കാരണം ചുറ്റുപാട് എപ്പോഴും ആൾക്കാർ ചെയ്യുന്നതാണ്. ചില സമയത്ത് നീ അതിങ്ങ് എടുക്കുവോ എന്നങ്ങ് പറഞ്ഞ് തീരുമ്പോൾ നിങ്ങളതിങ്ങ് എടുക്കുമോ എന്ന് ചോദിക്കും. കാരണം ഞാനത് കറക്റ്റ് ചെയ്യും. ഞാനപ്പോൾ അത് നമ്മൾ ഈ നാട്ടിൽ ഇങ്ങനെ എപ്പോഴും കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് അറിയാതെ അതിങ്ങ് പറഞ്ഞു പോകും. പ്രത്യേകിച്ചും സ്ത്രീകളോട് അങ്ങനെ പെരുമാറും എന്നുള്ളതാണ് നമ്മൾ കാണാറുള്ളത്. ഇന്റിമസി എന്നൊക്കെ പറയുന്ന സമയത്തൊക്കെ ഈ പറയുന്ന പ്രശ്നമുണ്ട്, ബഹുമാനമില്ലായ്മയുണ്ട് അതിൽ. അതുകൊണ്ടാണ് നമ്മൾ ആ വാക്ക് അപ്പൊ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ബഹുമാനം ഉണ്ടല്ലോ, അവരുടെ ബഹുമാനം ഉണ്ടെന്നാണല്ലോ പറയുന്നത്. അപ്പൊ അവരെ എന്തുകൊണ്ടാണ് നമ്മൾ ബഹുമാനമുള്ള വാക്കുകൾ പറയാത്തത്? ഒരിക്കലും പറയാറില്ല. അതുകൊണ്ടാണ് ആ വാല്യൂ നമ്മൾ സൂക്ഷിച്ച് മനസ്സിലാക്കണം എന്നുള്ളതാണ്. അത് പ്രാക്ടീസ് ചെയ്യേണ്ടതാണെന്നുള്ളതാണ് ഞാൻ പറയുന്നത്. നമുക്ക് കുറേ നാൾ കഴിഞ്ഞ് ഈ വാല്യൂ ഇല്ലാതെ ഈ വാക്കുകൾ മാറിയെന്ന് വെക്കും. അങ്ങനെ ഒരു കാലമുണ്ട്. അപ്പോൾ എല്ലാവരും എടാന്നാ വിളിക്കുന്നതെന്നുണ്ടെങ്കിൽ ആർക്കെങ്കിലും നല്ല വഴക്കുണ്ട്, ഒരു വഴക്കും കാണത്തില്ല, സർവ്വനാമമായിട്ട് അത് മാറും. ഇപ്പം അങ്ങനല്ല, താഴോട്ടാണ് ആ വിളി നിൽക്കുന്നത്. അത് ഇൻറ്റിമസി കാണിക്കുന്നതല്ല.
അവനെ അത്ര ഇപ്പൊ എന്നെ പോലെ അങ്ങനെ കാണണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരു സ്പിരിറ്റ് അതിനുണ്ട്. അതുകൊണ്ടാണ് പ്രണയക്കാർ മുഴുവനും എടിയെന്നും വിളിക്കുന്ന വിളികൾ. ഈയിടയ്ക്കാണ് പെൺകുട്ടികൾ തിരിച്ച് എടാ എന്ന് വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നത്, തുല്യരാകാൻ വേണ്ടി. ഈ വളരെ കഴിഞ്ഞ ഒരു 20 വർഷത്തിനകത്തുള്ള ഒരു ഫിനോമിനയാണ് പെൺകുട്ടികൾ പ്രണയിക്കുന്നവരെ എടാ എന്ന് വിളിക്കുന്നത്. അല്ലാതെ പ്രണയിച്ചവരൊന്നും വിളിച്ചിട്ടില്ല. അത് ഇതുപോലെ കാണേണ്ടതാണ്. എന്താണ് മണ്ടിപ്പെണ്ണ എന്ന് പറഞ്ഞ് പ്രൈം നസീർ പറയുന്ന സമയത്ത് മണ്ടപ്പെണ്ണ എന്ന് വലം പറയുവോ? ഒന്നും പറഞ്ഞിട്ടില്ല. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ഒരു റീസെന്റ് ആയിട്ട് തുല്യരായിട്ട് ഉള്ളപ്പോൾ എന്നെ എടിയെന്ന് വിളിച്ചാൽ ഞാൻ തിരിച്ചെടാന്ന് വിളിക്കും എന്ന് പെൺകുട്ടികൾ തീരുമാനിച്ചിട്ട് ഈ ഇടയ്ക്ക് വിളിക്കുന്ന ഞാൻ കേൾക്കുന്നുണ്ട്. അത് വളരെ റീസെന്റ് ആയിട്ടുണ്ടായതാണ്. അതിന് പകരം പരസ്പരം പേര് വിളിക്കണമെന്നാണ് ഞാൻ ഈ പറയുന്നത്. കാരണം അതിന്റെ വാല്യൂ ഇപ്പോഴും താഴോട്ട് തന്നെയാണ്. ഇന്റിമസി കാണിക്കാനാണെന്ന് നമ്മൾ പറയുമ്പോഴും ഇന്റിമസി കാണിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ 20-30 വർഷത്തിന് അതിനപ്പുറത്തോട്ട് അതൊരിക്കലും വിളിച്ചിട്ടില്ല. എത്ര ഇൻറ്റിമേറ്റ് ആയിട്ടിരിക്കുമ്പോഴും കുട്ടികൾ അച്ഛനെ വിളിക്കാനൊക്കത്തില്ല. അത് ഈ ഹെറാർക്കി നിൽക്കുന്നതുകൊണ്ടാണ്. ഹെറാർക്കിക്കലായിട്ടല്ലാതെ ആളുകൾ പെരുമാറണം, ബഹുമാനപൂർവ്വം പെരുമാറണം എന്ന് പറയുന്ന പുതിയ സംസ്കാരം ഉണ്ടാകണം എന്നുള്ള ആവശ്യം കൊണ്ടാണ് അത് പറയുന്നത്. പേര് വിളിക്കാൻ പഠിക്കണം, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെന്ന് വിളിക്കുക. കാരണം നമ്മൾ പരസ്പരം തുല്യരായ ആൾക്കാർ തമ്മിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാക്കാണ് നിങ്ങളെന്ന് പറയുന്നത്. അതുകൊണ്ട് അത് മതി. അല്ല ദൗ എന്ന് ഇംഗ്ലീഷുകാർ പറയുന്നത് ദൗവും വിളിക്കുന്നത്, എല്ലാവരും യു എന്ന് പറയുന്ന സാധനം യു മറ്റേ എന്താണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് 2 ഉള്ളു, യുവും ദൗവേ ഉള്ളു. നമുക്കാണ് നീയും നിങ്ങളും താങ്കളും ഉള്ളത്. കുറച്ചുകൂടെ മേലെ കീഴുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഈ ഹെറാർക്കിക്കൽ മൂല്യബോധത്തിൽ നിന്ന് മാറി തുല്യരായി മാറുന്നത് വരെ എങ്കിലും നമ്മൾ ഈ പേരുകൾ വിളിക്കുക എന്ന് പറയുന്നത് പ്രാക്ടീസ് ചെയ്യുകയും അത് ആർക്കും അങ്ങനെയല്ല, എല്ലാവരും പരസ്പരം ബഹുമാനിക്കുന്നവരായി മാറിയിട്ടുണ്ടെന്ന് നമുക്ക് ബോധ്യമുള്ള സമയത്ത് ആളുകൾ അവരുടെ സ്വകാര്യതയിൽ എന്ത് വിളിക്കുന്നു എന്നുള്ള കാര്യത്തിന് മേളിലൊന്നും ചർച്ച ചെയ്യേണ്ടത്. അതൊക്കെ ആളുകൾ ചെയ്തോട്ടെ. ഞാൻ അതിനെപ്പറ്റി ഒന്നും പബ്ലിക്കായിട്ട് ഇപ്പോൾ നമ്മൾ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അങ്കിള് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. കൂടെ വന്നിരിക്കുന്ന ഓഫീസിൽ നിന്ന് ഇയാളുടെ ഓഫീസിൽ നിന്ന് ഇയാളുടെ വീട്ടിലോട്ട് വരുന്ന ഇയാളുടെ കൂട്ടുകാരനെ കുട്ടികളുടെ അടുത്ത് അങ്കിളെ എന്ന് വിളിക്കാൻ പഠിപ്പിക്കും. അവിടെയാണ് ഹെറാർക്കി നിൽക്കുന്നത്. അവർക്കൊരു പേരുണ്ട്, അത് വിളിക്കാൻ പഠിക്കണം. പേര് വിളിക്കുന്ന അപമാനകരമായിട്ട് മാറുന്ന എങ്ങനെ, മോശമായിട്ട് വരുന്ന എങ്ങനെയാണ് പ്രശ്നം? അത് റിസീവ് ചെയ്യുന്ന ആൾക്കും അത് പഠിപ്പിക്കാൻ അയാളും പഠിക്കും, അങ്ങോട്ട് പഠിക്കും. നിങ്ങൾ എന്താണ് യൂറോപ്പിലോ അമേരിക്കയിലോ അവിടെ പോയാൽ അവരെല്ലാരും പേര് വിളിക്കുമല്ലോ. അപ്പൊ ഒരു പ്രശ്നം നിങ്ങൾക്ക് തോന്നത്തില്ലല്ലേ? ഈ നാട്ടിൽ മാത്രമുള്ള സാധനമാണല്ലോ ഇത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇവിടുത്തെ ഓഫീസുകളിൽ നിങ്ങൾ ഇപ്പൊ നിങ്ങൾ ഒമാനിലല്ലേ ഉള്ളത്, ഒമാനിലുള്ള ഓഫീസുകളിൽ യൂറോപ്പിൽ നിന്ന് വന്നിരിക്കുന്ന ഓഫീസുകളെല്ലാം ഉണ്ടാവും. അവിടെ ആരും ഇത് വിളിക്കാൻ സമ്മതിക്കത്തില്ല, പേര് തന്നെ ആയിരിക്കും പറയുന്നത്. നമ്മുടെ ഈ നാട്ടിൽ നിന്ന് വന്നവർ മാത്രമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സാറെന്ന് വിളിച്ചോണ്ടിരിക്കുന്നത്. സർ എന്നുള്ള പ്രയോഗം ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതാണല്ലോ. അപ്പൊ അവർക്ക് ഹെറാർക്കി ഉണ്ടായിരുന്നവരാണ്. അവരെന്തുകൊണ്ട് വിളിക്കാതായി എന്നുള്ളതാണ് പറയേണ്ടത്. സായിപ്പ് പഠിപ്പിച്ചത് മാറത്തില്ലല്ലോ നമുക്ക്. അതാണല്ലോ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. സായിപ്പ് എന്ന് പറഞ്ഞാൽ സാഹിബാണ്, മാസ്റ്റർ പഠിപ്പിച്ചതാണ്, മാറ്റത്തില്ല. ബഹുമാനമല്ല, അത് കീഴടങ്ങല. ഒരു ബഹുമാനവും സത്യത്തിലില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കണ്ടക്ടർ സാറേ എന്ന് പറയുന്ന സമയത്ത് എന്ത് ബഹുമാനമാണുള്ളത്? ഒരു ബഹുമാനം ഉണ്ടല്ല അങ്ങനെ പറയും. പരസ്പരം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സർ എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് എന്താണ് യൂറോപ്പിലൊക്കെ ചെന്ന പോലീസുകാർ മുഴുവൻ സർ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ക്രിമിനൽ കുറ്റം ചെയ്ത ആളിനെ പോലും സർ എന്ന് അവർ വിളിക്കും. അങ്ങനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പുതിയ അർത്ഥത്തിലാണ് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ പരസ്പരം സർ എന്നാണ് വിളിക്കുന്നത്. അതാ പക്ഷെ ഇപ്പം നിലനിൽക്കുന്ന പ്രാക്ടീസ് നേരിടുക, അത് മാറ്റണം എന്നുള്ള നിലപാടാണ് ഞാനീ പറയുന്നത്. പിന്നെ ബന്ധുത്വം ഉറപ്പിക്കുന്ന പ്രശ്നമാണ് നിങ്ങൾ പറയുന്നതിനകത്തുള്ളതെങ്കിൽ അത് വീട്ടിലുള്ള അച്ഛൻ, അമ്മ, ചേട്ടൻ, അനിയൻ, അനിയത്തി എന്ന് പറയുന്നവരുമായിട്ട് മാത്രമേ ആ വാക്കുകൾ ഉപയോഗിക്കുന്നുള്ളൂ. പുറത്ത് അത് ചെയ്യുന്നില്ല. അത്രയും ചെയ്യാം. അല്ലാതെ ഈ കാണുന്ന മുഴുവൻ ആൾക്കാരെയും ആണ്ടി എന്നും അങ്കിളെന്നും വിളിപ്പിക്കുന്നുണ്ട്.
അത് ഹെയറാർക്കിക്കൽ വാല്യൂ ആണെന്ന് ഞാൻ പറയുന്നത്. പ്രായം കൊണ്ട് ഒരു അറിവും ഉണ്ടാകത്തില്ല. അത് പണ്ടായിരുന്ന പ്രായം കൊണ്ട് അനുഭവം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അനുഭവജ്ഞാനമൊക്കെ എന്നേ പൊഴിഞ്ഞു പോയി. ഇപ്പൊ വീട്ടിലുള്ള അമ്മയ്ക്കും അച്ഛനും നമ്മൾ ഹാർട്ട് ഓപ്പറേഷന് പോകുന്ന ഡോക്ടറെ അടുത്ത് എന്താ അനുഭവജ്ഞാനം പറഞ്ഞു കൊടുക്കാനൊക്കെ? എന്ത് എഞ്ചിനീയറിങ്ങിന് അത് പാലം പണിയുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? കോടതിയിലെ വക്കീലന്മാര് വാദിക്കുന്നതിനെ പറ്റി വീട്ടിലുള്ളവർ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് ഒരു അറിവ് ഒന്നിലും ഇല്ല. അവർ കൃഷി ചെയ്യുന്ന കാര്യം എടുത്താൽ തന്നെ ആധുനിക കൃഷിയായിട്ട് അവർക്ക് എന്ത് ബന്ധമാണ്? നമ്മൾ എന്താണ് പുതിയ കൃഷി ഉണ്ടല്ലോ, മോഡേൺ ഡ്രിപ്പ് ഇറിഗേഷൻ എന്നൊക്കെ പറയുന്നത് അവർ കേട്ടിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളല്ലേ. അവർക്ക് എന്താണ് അറിയാമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഒരു അനുഭവജ്ഞാനത്തിനും അർത്ഥമില്ല. സെൽഫോൺ കൊടുത്താൽ അവർക്ക് വർക്ക് ചെയ്യാൻ അറിയാം. അനുഭവജ്ഞാനങ്ങളെല്ലാം റദ്ദ് ചെയ്യണം. മുഴുവൻ റദ്ദ് ചെയ്യണം. കാരണം അവരുടെ മേല് കീഴിലുള്ള മൂല്യബോധം തന്നെ റദ്ദ് ചെയ്യേണ്ടതാ. അവിടെ ഒരു അനുഭവജ്ഞാനം എടുക്കാനൊക്കത്തില്ല. അതാണ് വ്യത്യാസം. വിച്ഛേദമുണ്ട് ഇതിന്. കാളവണ്ടി ഓടിക്കുന്ന ഒരച്ഛന് കാർ ഓടിക്കുന്ന മകനോട് എന്ത് പറഞ്ഞു കൊടുക്കും? ലാടം എങ്ങനെ അടിക്കണമെന്നും പുല്ല് എവിടെ നിന്ന് മേടിക്കാൻ കിട്ടുമെന്നും കച്ചി എവിടെ നിന്ന് കിട്ടുമെന്നും കാളയ്ക്ക് എവിടെ നിന്ന് വെള്ളം കൊടുക്കുമെന്നും എവിടെയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വല്ല കാര്യമുണ്ടോ കാർ ഓടിക്കുന്നതിനോട്? ഇല്ല. മറ്റേയാടെ അനുഭവജ്ഞാനത്തിന് ഒരു മൂല്യവും ഇല്ലാതായി പോയ കാലത്താ നമ്മൾ ജീവിക്കുന്നതെന്ന് അറിയണം. ഇതാണ് പറയുന്നത്. നിയമത്തിന് മുമ്പിൽ തുല്യരാണെന്ന് പെരുമാറണമെന്ന് പറയുന്ന സാധനം അറിയുന്ന ഏത് അച്ഛനും അമ്മയും ഉള്ളത്? അവരുടെ ഒരു അനുഭവജ്ഞാനവും പ്രയോജനമില്ല. മേ ബി ഒറ്റ വരി പറയാൻ പറ്റും, നിന്റെ ബസ്സിൽ കയറുന്നവരടുത്ത് മര്യാദയ്ക്ക് പെരുമാറണം എന്ന് വേണമെങ്കിൽ പറയാം. കാളവണ്ടി ഓടിക്കുന്നവനായാലും വണ്ടി കയറി യാത്രാ വണ്ടിക്കാ ഓടിക്കുന്നത് കയറുന്നവനോട് ഇച്ചിരി മര്യാദയ്ക്ക് പെരുമാറണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു വരിയുണ്ട്. ഈ മര്യാദ എന്ന് പറയുന്ന സാധനത്തിനകത്ത് ഞാനീ പറഞ്ഞ സാധനമാണ് നിൽക്കുന്നതെങ്കിൽ അത് അച്ഛനും അമ്മയ്ക്കും പറയാൻ അറിഞ്ഞൂടെ. അതുകൊണ്ട് അവരുടെ മുഴുവൻ അനുഭവജ്ഞാനവും റദ്ദാക്കപ്പെട്ടിരിക്കുന്നതാണ് ജനാധിപത്യത്തിന്റെ പുത്തൻ മൂല്യങ്ങളല്ല. ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഒരു കാര്യത്തിനെ പറ്റിയും ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന കാര്യത്തിനെ പറ്റിയും ഒരു അമ്മയ്ക്കും അച്ഛനും ഒന്നും പറഞ്ഞു കൊടുക്കാനില്ല. അതാണ് വ്യത്യാസം. അല്ലാതെ അനുഭവജ്ഞാനം, എന്ത് അനുഭവജ്ഞാനം അമ്മയ്ക്കും അച്ഛനും ഉള്ളത്? ഏത് വിഷയത്തിലാണുള്ളത്? ഡിപ്പെൻസ് അല്ലേ? ഏത് ഒരെണ്ണം പറ. അപ്പം യാത്ര ചെയ്ത് അല്ലെങ്കിൽ മറ്റു പുറം രാജ്യങ്ങളിൽ ജോലി പോയിട്ട് അവർ എന്താണ് അവർ പഠിക്കുന്നത്? അത് അവരുടെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട ജോലിയായിട്ട് ഇരിക്കുന്ന ആ ജോലി പോലും അപ്രസക്തമായി പോയിരിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒറ്റ സാധനം അവർ പഠിപ്പിക്കാൻ കാണത്തില്ല. 10 കൊല്ലത്തിനകത്ത് പോലും ഒബ്സലേറ്റ് ആയി പോകും അവരുടെ അറിവ്. വെറുതെ തലമുറ പോലും അല്ല, 10 വർഷം പോലും വേണ്ട, 5 കൊല്ലത്തിനകത്ത് നിങ്ങൾക്കറിയാവുന്ന മുഴുവൻ സാധനം റദ്ദ് ചെയ്തു പോകുന്ന സ്ഥലത്താണ് ഇന്നുള്ളത്. ഏത് വിഷയത്തിനകത്തും. അത് ശരിയായിരിക്കാം, പക്ഷേ പിന്നെന്താണ് അനുഭവജ്ഞാനം? പണ്ടങ്ങനല്ല. 1000 തലമുറയായാലും ഏത് നെല്ല് നടുന്നതും കയറുന്നതൊക്കെ ആയിട്ട് മാത്രമായിരുന്നു. ടെക്നോളജിയുടെ വികാസം മൂലവും മറ്റുള്ള ടെക്നോളജിയാണ് ലോകം മുഴുവനും. അതെ, നിങ്ങൾ ചെടി നടുന്നതും ടെക്നോളജിയാണ്. എങ്ങനെയാണ് ചെടി നടുന്നതെന്ന് പറയുന്ന അതുകൊണ്ട് ചെടി നടുന്നത് മണ്ണിലല്ലാതായി മാറിയിരിക്കുന്ന ഹൈഡ്രോഫോണിക് സാധനത്തിനകത്ത് എന്ത് പറഞ്ഞു കൊടുക്കാൻ കാണും? പർട്ടിക്കുലർ അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതില്ല ഞാനീ പറയുന്നേ. ലോകത്ത് ഇന്ന് നമ്മൾ കാണുന്നത് ഇപ്പൊ ഈ ഇരിക്കുന്ന ക്യാമറ, ഡിജിറ്റൽ ക്യാമറ വന്നു കഴിഞ്ഞാൽ അനലോഗ് ക്യാമറയിൽ പഠിച്ച ഒരു കാര്യവും ആവശ്യമില്ല. കാരണം 1000 ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഇതാണുള്ളത് ഈ ഡിജിറ്റൽ ക്യാമറയ്ക്ക്. റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് അല്ല. അതുകൊണ്ട് തന്നെ ഈ 100 കണക്കിന് പടം എടുക്കാൻ പറ്റും. അതിനകത്ത് 4 പടം എടുത്താൽ മതി. ഏത് വലിയ ഫോട്ടോഗ്രാഫറും ആകും. ഒരു പടവും പഠിക്കാൻ അറിഞ്ഞോളൂ. കാരണം ക്യാമറയ്ക്ക് അതെല്ലാം ചെയ്യാൻ അറിയാം. അതിന് സോഫ്റ്റ്വെയറിന് അറിയാം. ഫോക്കസ് ചെയ്യുന്ന പോലും നിങ്ങൾക്ക് ഇന്ന് ആവശ്യമില്ല. നിങ്ങൾക്ക് ചുമ്മാ അടിച്ചിട്ട് ഫോക്കസ് ചെയ്ത് നമുക്ക് ഏതാ ഫോക്കസ് എന്ന് പറഞ്ഞാൽ അതുപോലും സെലക്ട് ചെയ്യാൻ പറ്റുന്നിടത്തേക്ക് ലോകം മാറിപ്പോയി. എന്ത് പഠിപ്പിക്കാന്ന് പറയുന്നത്? ഞാൻ ഈ 2 ക്യാമറയും കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ അറിയാവുന്നത്. ഒരു അർത്ഥശൂന്യമായി പറ്റും. മറ്റേ 36 പടവും 20 പടം 12 പടം ഇതൊക്കെയായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. ആ 12 പടത്തിനകത്ത് പടം ഇത് പോകാതെ ഒന്ന് എടുക്കുക എന്ന് പറയുന്നതായിരുന്നു വലിയ അറിവ്.
36 പടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 32 പടം എടുക്കാൻ കഴിയുന്നവൻ എക്സ്പോസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര ഫോട്ടോഗ്രാഫറായിരുന്നു. ഇത് ഒരു സാധനമില്ല, 1000 പടം എടുക്കും, അതിനകത്ത് 10 എണ്ണം എടുത്തിട്ട് ബാക്കി 990 ഡിലീറ്റ് ചെയ്യും. അല്ല അത് ശരിയാ. അപ്പൊ നമ്മളിപ്പോ അടുത്ത തലമുറ വരുമ്പോഴത്തേക്ക് ഇനിയും അടുത്ത ടെക്നോളജി വരുമ്പോൾ തന്നെയാ ഈ പറയുന്ന അനുഭവജ്ഞാനം യൂസ്ലെസ് ആയി മാറി കാലത്തായി ഇരിക്കുന്നതെന്ന് ഞാൻ ഈ പറഞ്ഞേ. അതെല്ലാ കാലത്തും പ്രായമായവർക്ക് യാതൊരു മീനിങ്ങും ഇല്ല, അവർക്ക് ഒരു അറിവുമില്ല പുതിയ ലോകത്ത്. അവരുടെ അറിവ് ഒബ്സലേറ്റ് ആയി പോയി എന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. അല്ല, വളർന്നു വരുന്ന തലമുറയ്ക്കും അത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. അത് വേറെ കാര്യമാണ്, അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. നിങ്ങൾ പറയുന്ന അനുഭവജ്ഞാനത്തിന് അർത്ഥശൂന്യമായി മാറിയിരിക്കുന്ന കാരണം കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന പ്രായമായവരെ ബഹുമാനിക്കേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. പ്രായമായവരെ അല്ല ബഹുമാനിക്കേണ്ടത്, പരസ്പരം ബഹുമാനിക്കണമെന്നായി പഠിപ്പിക്കുന്നത്. അതാണ് അത് ശരി. അതുകൊണ്ടാണ് ഈ അനുഭവജ്ഞാനത്തിന്റെ അറിവിന്റെ വേലത്തിലൊന്നും ഒരു അമ്മയ്ക്കും അച്ഛനും ഒരു റോളും ഇല്ല. ഇത് നമ്മൾ അത് വളരെ കൃത്യമായിട്ട് അത് മനസ്സിലാക്കണം, എവിടെയാണ് ഈ മാറിപ്പോയതെന്ന്. കൊച്ചുകുട്ടിയായിരിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതാണ് ആകെ ഫങ്ഷൻ ചെയ്യുന്ന സ്ഥലം. അത് തന്നെ ഓരോ ദിവസം കഴിയുന്നതോറും കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഒരു കട്ട് ഓഫ് ഡേറ്റ് വെച്ചത് 18 വയസ്സെന്ന്. അതുവരെ പ്രായമായവരെ ബഹുമാനിക്കുക, പ്രായമായവരെ അനുസരിക്കണമെന്ന് പഠിപ്പിക്കുന്ന സ്ഥലമാണ്. ബഹുമാനിക്കുന്ന പ്രശ്നം പോലും അല്ല. അതുകൊണ്ട് പ്രായമായവർക്ക് കുട്ടിയായിരിക്കുന്നവരുണ്ട്, അവർക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുന്ന ഒരൊറ്റ പൊസിഷനിലാണ് ഉള്ളത്. പക്ഷെ കുട്ടികൾ വളരുന്ന കുട്ടിയാണെന്ന് എപ്പോഴും അറിയണം. പെട്ടെന്നാണ് അവർ നമ്മളോടൊപ്പം എത്തുന്നത്. അതിനനുസരിച്ച് നമ്മൾ അവരുടെ തുല്യരായി മാറുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അറിയണം. ഓക്കെ, അങ്ങനെ അഡാപ്റ്റ് ചെയ്യുന്ന അച്ഛനും അമ്മയാണെങ്കിൽ ഈ ആൾക്കാർ ജീവിതാവസാനം വരെ ഈ അമ്മയ്ക്കും അച്ഛനും കൂടുതൽ അറിവുണ്ടെന്നുള്ള നിലവാരത്തിലായിരുന്നു പെരുമാറിക്കൊണ്ടിരുന്നത്. ആ സാധനം ഇന്ന് മീനിങ് ഇല്ല. അത് ശരിയാണ്. അപ്പുറത്തിരിക്കുന്ന നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു കപ്പിലെ വെള്ളം മറ്റൊരു കപ്പിലേക്ക് ഒഴിക്കുമ്പോൾ രണ്ടും സമനില ആകുമ്പോൾ നിർത്തണമെന്ന് പറയുന്ന പോലെ നിർത്താവുന്ന ഒരു പോയിന്റില്ല ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് 18 വയസ്സാകുമ്പം അവർക്കും നമ്മുടെ വോട്ട് കിട്ടുന്നത്. ഇനി വളർത്തണ്ട, അവർ തുല്യരായി. അത് 18 എന്നുള്ളത് 25 ആക്കാം, ഇൻഡിവിജ്വൽ വേരിയേഷനൊക്കെ നിങ്ങൾക്ക് വരുത്താം. പക്ഷെ കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, ഇത്രയായി പറയുന്നു. ആ കട്ട് ഓഫ് ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ വളർത്തരുത്. പിന്നെ നിങ്ങൾക്ക് യാതൊരു അവകാശവും നിങ്ങൾക്കില്ല, അവരെ വളർത്താനുള്ള അവകാശം ഇല്ലെന്നുള്ളത് നമ്മുടെ ഞാനീ പറയുന്നത്. ഇതങ്ങനെയല്ല. 80 വയസ്സുകാരൻ 60 വയസ്സുകാരനെ വളർത്തും, 60 വയസ്സുകാരൻ 40 വയസ്സുകാരനെ വളർത്തും, 40 വയസ്സുകാരൻ 20 വയസ്സുകാരനെ വളർത്തും. ഇങ്ങനെ വളർത്തിക്കൊണ്ടേയിരിക്കുകയാണ്, നിർത്തത്തില്ല ഇത്. ഇതുകൊണ്ടാണ് ഈ സംഘർഷം, വീടുകളിൽ മുഴുവൻ സംഘർഷമാണ്. കുടുംബം നിലനിൽക്കുന്നിടത്തോളം കാലം ഇതിങ്ങനെയല്ലേ? അല്ല, ഞാനും കുടുംബമൊക്കെ നടത്തി, അങ്ങനെയൊന്നും ഒരു ആവശ്യമില്ല നടത്തി. കുടുംബം എന്ന് പറഞ്ഞാൽ മേലുകീഴ് പഠിപ്പിക്കുന്ന സാധനമല്ല. അത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരസ്പര ബഹുമാനമുള്ള വീടുകൾ പാട്രിയാർക്കൽ സൊസൈറ്റി നിലനിർത്തുന്നത് നിങ്ങൾ ഈ പറയുന്ന മൂല്യബോധം കൊണ്ടാണ്. അല്ലാതില്ലേ, നിങ്ങൾക്ക് ഒരു പാട്രിയാർക്കിയും വോട്ടിന്റെ കാര്യത്തിലില്ല. നിയമത്തിന് മുമ്പിൽ നിങ്ങൾക്ക് എന്ത് പാട്രിയാർക്കി ഉള്ളത്? നിങ്ങളുടെ വീടിനകത്ത് നിങ്ങൾ കൊച്ചു രാജ്യം ഉണ്ടാക്കി നിലനിൽക്കുന്ന പോലെ അവിടെ ഭരണത്തിന് നടക്കാമെന്നുകൊണ്ട് മാത്രം പറയുന്ന വരിയാണത്. ഇപ്പൊ ഗൃഹനായകനും ഗൃഹനായികയും ഉണ്ടല്ലോ, കണ്ടില്ലായിരുന്നല്ലോ? ഒരു 30 വർഷം മുമ്പ് ഗൃഹനായിക എന്ന് പറയുന്നൊരു വാക്കില്ലായിരുന്നല്ലോ, ഗൃഹനായകനെ ഉണ്ടായിരുന്നുള്ളൂ. അത് പഴയ മൂല്യബോധമാണ്, അത് മാറ്റിയെന്നാണ് ഞാനീ പറഞ്ഞത്. നിയമത്തിന്റെ മുമ്പിൽ തുല്യരായി മാറി എന്ന് മനസ്സിലാക്കുമ്പോൾ തൊട്ട് നമുക്ക് പുത്തൻ സംസ്കാരം ആവശ്യമാണെന്നുള്ളതാണ് ഈ പറയുന്നത്. അത് പരസ്പര ബഹുമാനത്തിൽ അടിസ്ഥാനപ്പെടുത്തുകയാണെന്നും അത് പ്രായം കൊണ്ട് റദ്ദ് ചെയ്തു പോകുന്ന ഒന്നല്ലെന്നും അറിയേണ്ടതുണ്ട്. അനുഭവജ്ഞാനം എന്ന് പറയുന്നത് പഴഞ്ചനായ ഒരു ആശയമാണ്, അത് ഇനിയും തൊട്ട് മീനിങ്ലെസ് ആയി മാറിയിട്ടുണ്ടെന്ന് അറിയണം. കുട്ടിയായിരിക്കുന്നവർ വളർന്ന് വലിയവരായി മാറുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകും. അല്ലാതെ അവരെന്നും കുട്ടിയായിട്ട് തുടരുകയല്ല. ആൾക്കാരിങ്ങനെ പറയും, എനിക്കെന്നും നീ മോൻ തന്നെയാണ് എന്നൊക്കെ പറയും. ഇത് മുഴുവൻ ഈ ഭരണത്തിന്റെ യുക്തിക്കകത്ത ഭരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനാധിപത്യത്തിൽ ഭരണമില്ല, ജനാധിപത്യത്തിൽ സേവിക്കുക എന്നാണ് സേവനം എന്ന് പറയുന്നത്. ക്രമീകരണമാണ്, അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള വാക്കാണ്, ഗവേണിങ് എന്നാണ്, മറ്റേത് റൂളിംഗ് ആയിരുന്നു. പക്ഷെ നമുക്കിപ്പോഴും ഭരണത്തിൽ പോവുകയാണെന്നാണ് വിചാരിക്കുന്നത്. ഇലക്ഷന് ജയിച്ച ആൾ വിചാരിക്കുന്നത് അയാൾ ഭരണത്തിൽ പോവുകയാണെന്ന്. ഇതുകൊണ്ടാണ് നമുക്കിത് മനസ്സിലാകാത്തത്.
നമ്മൾ എലക്ട് ചെയ്ത ആള് ഭരിക്കാനാണ് വിടുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, സേവനത്തിനും ക്രമീകരണത്തിനുമാണെന്ന് അറിഞ്ഞുകൂടാ.